ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജകുമാരന്മാർക്ക് 2 പേർക്കും വയസ്സ് 20 കഴിഞ്ഞിരിക്കുന്നു. ഇനി രാജഭരണത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ട് വേണം ഭരണം അവരെ ഏൽപ്പിക്കുവാൻ. ഇതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്ന രാജാവ് മക്കളെ 2 പേരെയും വിളിച്ച് അവർക്ക് 2 വലിയ പെട്ടികൾ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഈ പെട്ടികൾ നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. നിങ്ങൾ ഇത് കൊണ്ടുപോയി നിങ്ങളുടെ ഭാവിക്ക് ആവശ്യമായത് ചെയ്യുക. 2 പേര് സന്തോഷത്തോടെ യാത്രയായി. ഒന്നാമൻ ദൂരെ മലയിൽ കുറെ സ്ഥലം വാങ്ങി അവിടെ മനോഹരമായൊരു കൊട്ടാരം നിർമ്മിച്ചു. വില കൂടിയ മരങ്ങളും മൂല്യമേറിയ രത്നങ്ങളുമെല്ലാം ഉപയോഗിച്ച് പണിത ആ മലമുകളിലെ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ ഇവിടെ രാജാവിന്റെ കൊട്ടാരവും കാണാമായിരുന്നു. ഉദയ സൂര്യന്റെ കിരണങ്ങളാൽ ആ കൊട്ടാരത്തിലെ സ്വർണ്ണപ്പണികളും രത്നങ്ങളും എല്ലാം തിളങ്ങുമായിരുന്നു. നാട്ടുകാരും വഴിയാത്രക്കാരും അതിന്റെ ഭംഗിയും അലങ്കാരവും കൊണ്ട് അതിശയപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടാമൻ പോയി ആ പണം കൊണ്ട് കുറെ അധികം ഭൂമി വാങ്ങി അവിടെ കൃഷി ആരംഭിച്ചു. ചെറിയൊരു കുളം ഉണ്ടാക്കി ഒരു വീടും പണിതു. മനോഹരമായ ഉദ്യാനം ആ വീടിന് മുമ്പിൽ നട്ടുണ്ടാക്കി. കൃഷിയിടത്തിന് സമീപമായി ചെറിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ രാജാവ് മക്കളുടെ അധ്വാനം കാണുവാനായിട്ട് എത്തി. ഒന്നാമന്റെ മനോഹരമായ കൊട്ടാരം കണ്ട് രാജാവും പരിവാരങ്ങളും അതിശയിച്ചു. എന്നാൽ കൊട്ടാരത്തിനകത്ത് കടന്ന് എല്ലാവരും ഞെട്ടി. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്നത് മൂലം വവ്വാലുകൾ ഉള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്നു. കുമാരനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആർഭാട ജീവിതം കഴിച്ചു കൂട്ടുകയായിരുന്നു. എന്നാൽ രണ്ടാമന്റെ അധ്വാനം കാണാനെത്തിയ രാജാവ് അത്ഭുതപ്പെട്ടു. മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞ പൂങ്കാവനവും ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും വൃക്ഷങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികളുടെ മൂളിപ്പാട്ടുകളുമെല്ലാം അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു. കിട്ടിയ ധനമെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ച രണ്ടാമനെ രാജഭരണം ഏൽപ്പിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. താൽക്കാലിക സുഖത്തിനു വേണ്ടി കൊട്ടാരങ്ങൾ പണിയുന്നവനല്ല, നിത്യമായ ജീവനു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നവനാണ് ബുദ്ധിമാൻ. ഭാവിയുടെ കൊട്ടാരം പണിയേണ്ടത് സ്വർണത്തിലും രത്നത്തിലുമല്ല, മറിച്ച് നിത്യമായ ജീവൻ ഉണ്ടാക്കുന്നതിലൂടെയാണ്. ഈ ലോകത്ത് അലസമായും ആർഭാടമായും ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതല്ല നിത്യമായ രാജ്യം, മറിച്ച് ലഭിക്കാനിരിക്കുന്ന നിത്യമായ രാജ്യത്തിനു വേണ്ടി സമ്പാദിക്കുന്നവർക്കുള്ളതാണ് അത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിനെന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ഓർത്തിരിക്കുക തന്നെ വേണം. നമ്മുടെ ഈ ലോകത്തിലെ നൈമിഷികമായ ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാകാതെ നിത്യമായ ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.